ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ലോ നോക്കാം. കുറച്ച് ലോസൊക്കെ പഠിച്ചു. അപ്പോൾ അതിൽ നെക്സ്റ്റ് ലോ ആണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച പോലെ തന്നെയാണ്. നമ്മൾ വേരിയബിൾസിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്താൽ അതിൻ്റെ വാല്യൂസിൽ മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. ദാറ്റ് മീൻസ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എക്സ് ഓർ വൈ ഈക്വൽ ടു വൈ ഓർ എക്സ് അല്ലേ. ഇത് തിരിച്ചെഴുതിയാലും ഇതിൽ വാല്യൂസിനൊന്നും മാറ്റം വരുന്നില്ല. അതുപോലെ ആൻഡ് ഓപ്പറേഷൻ ആണെങ്കിലും എക്സ് ആൻഡ് വൈ ഈക്വൽ ടു വൈ ആൻഡ് എക്സ് എന്ന് വരും. അത് നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. എക്സും വൈയും കൊടുക്കുക, എക്സ് ഓർ വൈ കൊടുക്കുക, വൈ ഓർ എക്സ് കൊടുക്കുക, രണ്ടും ഒരേ വാല്യൂസ് ആയിരിക്കും കിട്ടുക. അതുപോലെ എക്സ് ഇൻറ്റു വൈക്കും. ഇനി അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഓപ്പറാൻഡ്സ് ഉണ്ടെങ്കിൽ ഇൻ ദ കേസ് ഓഫ് 3 ഓപ്പറാൻഡ്സ് ഫോർ ഓർ ആൻഡ് ഓപ്പറേഷൻസ് അസോസിയേറ്റീവ് ലോ അലോസ് ഗ്രൂപ്പിംഗ് ഓഫ് ഓപ്പറാൻഡ്സ് ഡിഫറെൻ്റ്ലി. നമുക്ക് ഇതിനെ ഡിഫറെൻ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓർ വൈ ഓർ സെഡ് എന്നുള്ളത് നമുക്ക് തിരിച്ചിങ്ങനെയും ഗ്രൂപ്പ് ചെയ്യാം, എക്സ് ഓർ വൈ ഓർ സെഡ്. ഓക്കെ, അത് ആൻഡ് ഓപ്പറേഷൻ ആണെങ്കിലും പോസിബിളാണ്. ഇപ്പോൾ 3 ഓപ്പറാൻഡ്സ് ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഗ്രൂപ്പിംഗ് നമുക്ക് ഡിഫറെൻ്റ്ലി ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. അതാണ് അസോസിയേറ്റീവ് ലോ. അത് നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമുക്കിങ്ങനെ പ്രൂവ് ചെയ്യാം. ഇപ്പം എക്സ് ഓർ വൈ ഓർ എക്സ് എന്നുള്ളത് എക്സ് ഓർ വൈ ഓർ സെഡ്, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ ഇങ്ങനെ ചെയ്താലും ഒരേ വാല്യൂസാണ് കിട്ടുന്നത് എന്നുള്ളത് ടേബിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്തു. അതുപോലെ ആൻഡ് ഓപ്പറേഷനും ടേബിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി എഴുതണം. ഒറ്റയ്ക്ക് എഴുതി നോക്കുക വാല്യൂസ് ഇട്ടിട്ട്. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച പോലെ തന്നെയാണ്. ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ടൈം ഓർഡിനറി നമ്മളൊരു ആൾജിബ്ര ചെയ്യുന്ന പോലെ തന്നെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക, അതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ വരും, എക്സ് ഇൻറ്റു വൈ ഓർ സെഡ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഇൻറ്റു വൈ ഓർ എക്സ് ഇൻറ്റു സെഡ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം എക്സ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്ന പോലെയാണ് ചെയ്തത്. ഇനി നേരെ വേറൊരു സംഭവം, എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് എന്നുള്ളത് എക്സ് ഓർ വൈ ഇൻറ്റു സെഡ്. അപ്പോൾ ഇതിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടത്, എക്സ് ഓർ വൈ ആൻഡ് എക്സ് ഓർ സെഡ് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ടേബിൾ വെച്ചിട്ട് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. കണ്ടോ, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പറയുന്നതും ഇതും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടേബിൾ വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഓക്കെ, ഇനി അബ്സോർപ്ഷൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നടത്തുമ്പം അതിൽ നിന്ന് 2 വേരിയബിൾ ഉണ്ടെങ്കിൽ ഒരു വേരിയബിൾ പോകുന്നൊരു സിറ്റുവേഷൻ വരുന്നത്, അതിനെയാണ് അബ്സോർപ്ഷൻ ലോ എന്ന് പറയുക. അപ്പോൾ എക്സ് ആൻഡ് വൈ എന്നുള്ളത് എക്സ് ആയിട്ട് മാറും, എക്സ് ആൻഡ് എക്സ് ഓർ വൈ എന്നുള്ളതും എക്സ് ആയിട്ട് മാറും. ഇതിനെയാണ് അബ്സോർപ്ഷൻ ലോ എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എക്സും വൈയും കൊടുത്താൽ എക്സ് ആൻഡ് വൈ എക്സ് ഓർ എക്സ് ഇൻറ്റു വൈ എന്നുള്ളത് ആൻസർ ഇങ്ങനെ തന്നെ വരുന്നത്, എക്സ് എൻ ആയിട്ട് മാറുന്നു. ഇതിങ്ങനെയാണ് ടേബിൾ വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ഇത്രയാണ് റൂൾസ്. ഈ റൂൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബൂളിയൻ ലോസും സ്റ്റേറ്റ്മെൻറ്റ്സും അതിൻ്റെ ഡ്യുവൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അബ്സോർപ്ഷൻ ലോ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം നോക്കാം. എക്സ് ആൻഡ് എക്സ് ഓർ വൈ എന്നുള്ളത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം, ഈ എക്സിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് വരും, പ്ലസ് എക്സ് ഇൻറ്റു വൈ എന്ന് വരും. എക്സ് ഇൻറ്റു എക്സ് എന്നുള്ളത് ഇത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ എന്നുള്ള അതാണ്, ആ ലോ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനി എക്സ് ഇൻറ്റു എക്സ് എന്താണ്, എക്സ് ആണെന്ന് നമ്മളിവിടെ ഇപ്പം എക്സ് ആൻഡ് എക്സ് എന്താണ്, എക്സ് ആണ്, കണ്ടില്ലേ. ഇത് ഐഡൻപൊട്ടൻ ലോ ആണ്. അപ്പോൾ ഐഡൻപൊട്ടൻ ലോ വെച്ചിട്ട് നമ്മൾ ഈ എക്സ് ഇൻറ്റു എക്സ് എക്സ് ആയി മാറി, അങ്ങനെ എക്സ് ഇൻറ്റു വൈ. ഇനി ഇതിൽ നമുക്ക് ഇത് 2 ടേമിലും എക്സ് കോമൺ ആയതുകൊണ്ട് നമുക്ക് എക്സിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു 1 + y,
അത് ഡിസ്ട്രിബ്യൂട്ടീവ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷനാണ്. അങ്ങനെ വരുമ്പം 1+y എന്താണ് ഇവിടെ ഉണ്ടാവുമല്ലോ, 1+x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതുപോലെ 1+y 1 ആയിരിക്കും, x × 1 എന്ന് വരും. x × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, x × 1 x തന്നെയാണ്. അത് നമ്മളിവിടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ എക്സ് ആയിട്ട് അങ്ങനെ LHS = RHS നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ ഇതും അതേപോലെ നിങ്ങൾക്ക് അബ്സോർപ്ഷൻ ലോ പ്രൂവ് ചെയ്യാം, എങ്ങനെയാണ് 2 വേരിയബിളുള്ള ഒരു വേരിയബിൾ ആവുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഏതൊക്കെ ലോ ആണ് ഇവിടെ അപ്ലൈ ചെയ്തതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് നിങ്ങളൊന്ന് നോക്കുക, ഇതെങ്ങനെയാണ് കിട്ടിയത്. ഓരോ ലോ ഇവിടെ അപ്ലൈ ചെയ്തത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാണ്, ഇതാണ് ഇത് എന്ന് പ്രൂവ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രൂവ് ചെയ്യണം. നെക്സ്റ്റ് ഡി മോർഗൻസ് തിയറം നോക്കാം. ഡി മോർഗൻസ് ഏറ്റവും അത് എന്താ പറയുക, കൂടുതലായിട്ടും പിന്നെ സർക്യൂട്ട് ഡിസൈനിങ്ങിലും അതുപോലെ പിന്നെ ബൂളിയൻ ആൾജിബ്രയിൽ ഏറ്റവും ഫേമസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലോ ആണ് ഡി മോർഗൻസ് തിയറം. ഇത് ബേസ് ചെയ്തുകൊണ്ടാണ് ഒട്ടുമിക്ക സർക്യൂട്ട്സും ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അഗസ്റ്റസ് ഡി മോർഗൻ എന്നുള്ള ഒരു ഫേമസ് ലോജിഷ്യൻ ആൻഡ് മാത്തമാറ്റീഷ്യനാണ് ഈ ഒരു തിയറം എന്താ പറയുക സിംപ്ലിഫൈ ചെയ്തത്. അപ്പോൾ 2 തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എക്സ് ഓർ വൈ ഓൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ ഇൻറ്റു വൈ ബാർ, എക്സ് ഇൻറ്റു വൈ ഓൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് വൈ ബാർ. ഇതാണ് 2 തിയറംസ്. ഇനി ഈ തിയറത്തെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയുകയാണെങ്കിൽ ദ കോംപ്ലിമെൻറ്റ് ഓഫ്, ഇതിനെ കോംപ്ലിമെൻറ്റ് എന്നല്ലേ പറയാം, കോംപ്ലിമെൻറ്റ് ഓഫ് സം ഓഫ് ബൂളിയൻ വേരിയബിൾസ്, കോംപ്ലിമെൻറ്റ് ഓഫ് സം ഓഫ് ബൂളിയൻ വേരിയബിൾസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ കോംപ്ലിമെൻറ്റ്സ്. അവരെ ഇൻഡിവിജ്വൽ കോംപ്ലിമെൻറ്റ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ലോ പറഞ്ഞത് ദ കോംപ്ലിമെൻറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ബൂളിയൻ വേരിയബിൾസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദെയർ ഇൻഡിവിജ്വൽ കോംപ്ലിമെൻറ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേർഡ്സിൽ സ്റ്റേറ്റ് ചെയ്യാം. ഇനി നമുക്കിതിന് പ്രൂഫ് കൊടുക്കണം അല്ലേ, പ്രൂഫ് കൊടുക്കണം. ഇത് ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ ഇൻറ്റു വൈ ബാർ ആണെന്ന് പ്രൂവ് ചെയ്യണമല്ലോ. പ്രൂവ് ചെയ്താലാണ് നമുക്കത് ശരിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൂവ് ചെയ്യുന്ന ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആ സ്റ്റെപ്സിലൂടെ ഒന്ന് പോവാം. അപ്പോൾ ആൽജിബ്രിക് പ്രൂഫാണ് ഫസ്റ്റ് തിയറത്തിൻ്റെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പ്രൂവ് ചെയ്തത് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ലോസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ പിന്നെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്: എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ ഇൻറ്റു വൈ ബാർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യേണ്ടത്, ഈ 2 ടേമിന് 2 പേര് കൊടുത്തു. സെഡ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഇസഡ് എന്നെടുത്തു, എക്സ് പ്ലസ് വൈ. അപ്പോൾ സെഡ് ബാർ എന്തായിരിക്കും, എക്സ് പ്ലസ് വൈ ഓൾ ബാർ ആയിരിക്കുമല്ലോ. ഇത് എക്സ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കാറില്ല, എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി അങ്ങനെയൊക്കെ എടുക്കാറില്ലേ, അങ്ങനെ എടുക്കാറുണ്ടല്ലോ സ്കൂളിലൊക്കെ പഠിച്ചപ്പം 10th വരെ പഠിച്ച മാത്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഈ ടേമിനെ നമ്മൾ സെഡ് ആയിട്ട് എടുത്തു. അപ്പോൾ സെഡ് ബാർ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, എക്സ് പ്ലസ് വൈ ഓൾ ബാർ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. ഇനി നമ്മൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ലോ നോക്കാം. സെഡ് പ്ലസ് സെഡ് ബാർ 1 ആണ്, നമ്മൾ കോംപ്ലിമെൻ്ററി ലോ അപ്ലൈ ചെയ്തതാണ്. സെഡിൻ്റെ സെഡ് ബാർ 0 ആണ്, ഇത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് 3ഉം 4ഉം ആയിട്ട് എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 ഈ 1ൽ 1 in 3ലും അപ്ലൈ ചെയ്യുക, 2 in 4ലും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 5ഉം 6ഉം കിട്ടും. എങ്ങനെ അപ്ലൈ ചെയ്തത്, അപ്പം സെഡ് പ്ലസ് സെഡ് ബാർ അല്ലേ, സെഡ് ഇവിടെ എന്താണ്, എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദെൻ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ സെഡിന് പകരം എക്സ് പ്ലസ് വൈ എന്ന് എടുക്കുക, ആൻഡ് എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഈ 5ഉം 6ഉം നമുക്ക് അങ്ങനെ കിട്ടി. ഇനി ഈ 5ഉം 6ഉം നമ്മൾ എന്ത് ചെയ്യണം, ഫോർ ദ ടൈം ബീങ് ലെറ്റ് us assume the ഡി മോർഗൻ ഫസ്റ്റ് തിയറം ഈസ് ട്രൂ. ഇത് നമ്മൾ വിചാരിക്കുകയാണ് ഡി മോർഗൻസ് ഫസ്റ്റ് തിയറം ട്രൂ ആണെന്ന്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഇൻ ഇക്വേഷൻ 5 and 6 ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് എക്സ് ബാർ ഇൻറ്റു വൈ ബാർ. അപ്പം അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഈ തിയറത്തിൽ ഇങ്ങനെയല്ലേ പറഞ്ഞത്, എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ ഇൻറ്റു വൈ ബാർ എന്നാണല്ലോ ഫസ്റ്റ് തിയറം. അപ്പോൾ അത് അങ്ങനെയാണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മളുടെ ഈ 5ലും 6ലും എക്സ് പ്ലസ് വൈ ഓൾ ബാറിന് പകരം ഡി മോർഗൻസ് തിയറത്തിലെ ഈ അതിന് ഈക്വൽ ടു ഉള്ള ഈ വാല്യൂ ഇട്ടിട്ട് നമ്മളത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ്
എക്സ് ബാർ ഇൻറ്റു വൈ ബാർ ഇതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് തിയറത്തിൽ, അതായത് ഡിമോർഗൻസ് തിയറത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തു, അതുപോലെ ഇവിടെയും യൂസ് ചെയ്തു, എന്നിട്ട് ഈക്വൽ ടു 0. അങ്ങനെ 7ഉം 8ഉം കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നൗ വി വിൽ പ്രൂവ് 7 ആൻഡ് 8 സെപ്പറേറ്റ്ലി. 7ഉം 8ഉം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാം. അത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ 1ഉം 0ഉം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഡിമോർഗൻസ് തിയറം ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ അതിന് 7ഉം 8ഉം സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ 7നെ സോൾവ് ചെയ്യാൻ പോവാം. ഇപ്പോൾ നമ്മൾ LHS ആണല്ലോ കൺസിഡർ ചെയ്യുന്നത്. LHS എന്താണ്? എക്സ് പ്ലസ് ഓർ പ്ലസ് എക്സ് ബാർ വൈ ബാർ അല്ലേ, ഇതാണ് LHS. ഇനി LHS ഈക്വൽ ടു, ഇപ്പോൾ ഇതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഈ ഓറുള്ള പോർഷനൊക്കെ ആൻഡുള്ള പോർഷൻ അങ്ങനെ ഇട്ടിട്ട് ചെയ്ത് നോക്കാം. അപ്പം എങ്ങനെ ചെയ്യാം? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ബാർ അല്ലേ, എക്സ് ബാർ ഇൻറ്റു, അപ്പോൾ ഈ പ്ലസ് എന്തായി ഇൻറ്റു ആയിട്ട് മാറും. ഇനി എക്സ് ഓർ വൈ ബാർ അല്ലേ, ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ അത് നിങ്ങൾ തൊട്ട് മുന്നത്തെ ലോസൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചാലേ നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഇനി നമ്മൾ അസോസിയേറ്റീവ് ലോ വെച്ചിട്ട്, അതായത് ഓർഡർ ചേഞ്ച് ചെയ്താൽ നമുക്ക് മാറ്റങ്ങളൊന്നും വരില്ല എന്നുള്ള അസോസിയേറ്റീവ് ലോ ഇതിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ എക്സ് ബാറും എക്സും അടുത്തേക്ക് കൊണ്ടുവരികയാണ്. എക്സ് പ്ലസ് എക്സ് ബാർ പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ബാർ അടുത്തേക്ക് കൊണ്ടുവന്നതാണ്. അത് അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്തതാണ്. കാരണം ഓർഡർ നമ്മൾ അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ച് വാല്യൂവിൽ മാറ്റം വരുന്നില്ല. ഇനി എക്സ് പ്ലസ് എക്സ് ബാർ ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. അത് കോംപ്ലിമെൻ്ററി ലോ വെച്ചിട്ട് നമുക്ക് 1 ആണെന്ന് അറിയാം. അതുപോലെ വൈ പ്ലസ് വൈ ബാർ 1 ആണെന്ന് അറിയാം. അപ്പോൾ 1 പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് കിട്ടി. ഇനി ഈ 1നോട് കൂടി എന്ത് ആഡ് ചെയ്താലും റിസൾട്ട് 1 ആയിരിക്കും. പിന്നെ ഇവിടെയും 1 ഇൻറ്റു 1 ആണ്. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ 7th സ്റ്റേറ്റ്മെൻറ്റ് 1 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ട്രൂ ആണെന്ന് തെളിയിച്ചില്ലേ? ഓക്കെ, അപ്പോൾ LHS ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നൗ ലെറ്റ് us കൺസിഡർ LHS ഓഫ് ഇക്വേഷൻ 8. അപ്പോൾ എക്സ് ഓർ വൈ ഇൻറ്റു എക്സ് ബാർ ഇൻറ്റു വൈ ബാർ. അപ്പോൾ ഇതിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ ഇൻറ്റു ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഇൻറ്റു എക്സ് ബാർ ഇൻറ്റു വൈ ബാർ, ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യല്ലേ. ഇനി ഇവിടെ ഈ പ്ലസ്സിനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ദെൻ വൈ ഇൻറ്റു എക്സ് ബാർ ഇൻറ്റു വൈ ബാർ. അപ്പോൾ റെഡി ആയല്ലേ? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തു. അടുത്തത് നമ്മൾ അസോസിയേറ്റീവ് ലോ ആണ്, ഓർഡർ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സും എക്സ് ബാർ അടുത്തേക്ക് വന്നു. ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു. പിന്നെ വൈ ബാർ ഉണ്ട്. പ്ലസ് വൈൻ്റെ അടുത്തേക്ക് വൈ ബാറിനെ കൊണ്ടുവന്നു. ഇനി എക്സ് ഇൻറ്റു എക്സ് ബാർ 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കോംപ്ലിമെൻ്ററി ലോയിൽ. വൈ ഇൻറ്റു വൈ ബാറും 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ഇങ്ങനെ കിട്ടും. 0നെ കൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആവും. പിന്നെ ഇതും 0 ആവും. 0 ഓർ 0 എന്താണ്? 0 ആണ്. അങ്ങനെ RHS നമ്മൾ LHS ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ആയി. ഓക്കെ, അപ്പം നമ്മൾ വി ഹാവ് ആൾജിബ്രിക്കലി പ്രൂവ് ഇക്വേഷൻ 7 and 8 which means that De Morgan's first theorem is proved. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് തിയറത്തിൻ്റെ ഇതിലേക്ക് പോവാം. സെക്കൻഡ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ഓൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് വൈ ബാർ ആണല്ലോ. അപ്പോൾ നേരത്തെ എടുത്ത പോലെ സെഡ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ സെഡ് ബാർ എന്തായിരിക്കും? എക്സ് ഇൻറ്റു വൈ ഓൾ ബാർ. അത് ഇക്വേഷൻ 1 and 2 എടുക്കുക, നേരത്തെ എടുത്ത പോലെ തന്നെ. ഇനി നമ്മൾ കോംപ്ലിമെൻ്ററി ലോ അപ്ലൈ ചെയ്യുക. സെഡ് പ്ലസ് സെഡ് ബാർ ഈക്വൽ ടു 1, സെഡ് ഇൻറ്റു സെഡ് ബാർ ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേഷൻ 3 and 4 കിട്ടും. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയ പോലെ 5ഉം 6ഉം കിട്ടും. എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ഓൾ ബാർ ഈക്വൽ ടു 1, ദെൻ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഓൾ ബാർ ഈക്വൽ ടു 0. ഇനി ഈ 5, 6 ഇനി നേരത്തെ പറയാം ഡി മോർഗൻസ് സെക്കൻഡ് തിയറം ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഈ ടേം ഈ എക്സ് ഇൻറ്റു വൈക്ക് പകരം ഇതിന് പകരം നമ്മൾ ഇത് യൂസ് ചെയ്യാം അല്ലേ. എക്സ് ബാർ പ്ലസ് വൈ ബാർ യൂസ് ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു വൈ ഓൾ ബാറിന് പകരം നമ്മൾ എക്സ് ബാർ പ്ലസ് വൈ ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഈക്വൽ ടു 1. ഇനി ഈ 7ഉം 8ഉം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ LHSഉം RHSഉം വെച്ച് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ 7th ഇക്വേഷൻ്റെ നമ്മൾ LHS കൺസിഡർ ചെയ്യുകയാണ് എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ബാർ പ്ലസ് വൈ ബാർ എന്ന്. ഇനി അതിനെ നമ്മൾ ഇതിൽ കമ്മ്യൂട്ടേറ്റീവ് ലോ അപ്ലൈ ചെയ്യാണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ കിട്ടും.
ഇനി ഇതിനെ നമ്മൾ ഈ ബ്രാക്കറ്റിനെ റിമൂവ് ചെയ്യാണ്. കാരണം എക്സ് ഇൻറ്റു വൈനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ലോ അപ്ലൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, എക്സ് ബാർ പ്ലസ് വൈ ബാർ പ്ലസ് എക്സ് ഇൻറ്റു എക്സ് ബാർ വൈ ബാർ പ്ലസ് വൈ അങ്ങനെ കിട്ടും. അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇനി ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ നമ്മൾ വീണ്ടും ഈ എക്സ് ബാർ ഇതിന് അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്തിട്ട് ഈ വേരിയബിൾസിനെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എക്സ് ബാർ പ്ലസ് എക്സ് എന്ന് കിട്ടി, പ്ലസ് വൈ ബാർ ഇൻറ്റു എക്സ് ബാർ പ്ലസ് വൈ ബാർ പ്ലസ് വൈ. അപ്പോൾ ഇവിടെ എക്സ് ബാർ ഇൻറ്റു എക്സ് ബാർ ഓർ എക്സ് എന്താണ്, 1 ആണ്, 1 പ്ലസ് വൈ ബാർ. ഇവിടെ എക്സ് ബാർ പ്ലസ് ഇവിടെ ഇതും 1 കിട്ടി. അത് നമ്മൾ കോംപ്ലിമെൻ്ററി ലോ അപ്ലൈ ചെയ്തപ്പം വൈ ബാർ പ്ലസ് വൈ എന്താണ്, 1 ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടി, 1 ആൻഡ് 1 1 ആണ്. അങ്ങനെ LHS RHS ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ LHS ഇക്വേഷൻ 8ൻ്റെത് പ്രൂവ് ചെയ്യാണ്. എക്സ് ഇൻറ്റു വൈ ഇൻറ്റു എക്സ് ബാർ പ്ലസ് വൈ ബാർ. അപ്പോൾ ഇതിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു രൂപത്തിൽ ഇക്വേഷൻ മാറും. ഇനി ആ ഇക്വേഷനിൽ നമ്മൾ അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്ത് അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ബാർ അടുത്ത് വന്നു, അങ്ങനെ 0 കിട്ടി. അങ്ങനെ ഈ LHS ഈക്വൽ ടു RHS എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെ നമ്മൾ ഡി മോർഗൻസിൻ്റെ സെക്കൻഡും നമ്മൾ പ്രൂവ് ചെയ്തു. ഇതാണ് ഇപ്പം ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത സർക്യൂട്ട് ഡിസൈനിങ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഓൺലൈനായിട്ടോ ഒക്കെ ചോദിക്കാം, അത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഡി മോർഗൻസ് തിയറിൻ്റെ പ്രൂഫ് നിങ്ങൾ നോട്ട്ബുക്കിൽ തന്നെ ഇങ്ങനെ എഴുതി പഠിച്ചിട്ട് തന്നെ എഴുതി നോക്കുക. ടെക്സ്റ്റിലുള്ള സംഭവം തന്നെയാണ് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പം ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.